കൊച്ചിയിലെ അവയവക്കടത്ത് സംഘം പ്രവർത്തിച്ചത് മെഡിക്കൽ ടൂറിസം കമ്പനിയുടെ മറവിൽ. കൊച്ചി കേന്ദ്രമാക്കിയാണ് കമ്പനി പ്രവർത്തിച്ചത്. 15 വൃക്ക കച്ചവടമാണ് ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ 14 അവയവദാതാക്കളും കേരളത്തിന് പുറത്തു നിന്നുള്ളവരാണ്. ബിനിൽ വിശദമായ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ബിനിൽ, ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് അന്വേഷണത്തിന്റെ പുരോഗതിയിൽ നമുക്ക് ലഭിക്കുന്നത്. 15 മനുഷ്യരുടെ പച്ച മാംസമാണ് ഈ പറയുന്ന കച്ചവടത്തിന്റെ ഭാഗമാക്കിയത് നമ്മുടെ നാട്ടിൽ വെച്ച് എന്നുള്ളത് ഭീകരമായ ഒരു വ്യാപ്തി വെളിവാക്കുന്ന കാര്യമാണ്. മറ്റെന്തൊക്കെ വിവരങ്ങൾ അന്വേഷണ പുരോഗതിയിൽ കണ്ടെത്തിയിട്ടുണ്ട്? മാധു, ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം സംസ്ഥാനത്തിന്റെ പുറത്ത് വിവിധ കേന്ദ്രങ്ങളിൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം 15 ദാതാക്കളെയാണ് ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത്. ആ 15 വൃക്ക നൽകിയ 15 പേരിൽ 14 പേരും സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ളവരാണ്. അവരെ ഓരോരുത്തരെയും കണ്ടെത്തി അവരിൽ നിന്ന് പരാതി സ്വീകരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് അന്വേഷണ സംഘം പുറത്തുള്ളത്. ഈ എല്ലാ കച്ചവടവും നടത്തിയിരുന്നത് കൊച്ചിയിൽ ഒരു കമ്പനിയുടെ പേരിലാണ്. അതായത് മെഡിക്കൽ ടൂറിസം എന്നതിൻ്റെ മറവിലാണ് ഈ വൃക്ക കച്ചവടം നടന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കമ്പനിയുടെ അന്വേഷണം നടത്തിയപ്പോൾ അതൊരു കടലാസ് കമ്പനിയാണ് എന്നാണ് പോലീസിന് വ്യക്തമായിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള രജിസ്ട്രേഷനുകൾ അവർ എടുത്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ROCയോട് റിപ്പോർട്ടും പോലീസ് തേടിയിട്ടുണ്ട്. പക്ഷേ മറുപടി ലഭ്യമായിട്ടില്ല. ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കി ആ കടലാസ് കമ്പനിയുടെ പേരിൽ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയാണ് ഈ ഇടപാടുകളൊക്കെ നടത്തിയിരിക്കുന്നത്. 4 പേരാണ് ഈ അവയവ കച്ചവടത്തിന്റെ സൂത്രധാരന്മാർ എന്നാണ് പോലീസ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ഇപ്പോൾ ഇറാനിൽ തന്നെയാണുള്ളത്. മറ്റ് 2 പേരെ ഇതിനോടകം പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. 4-മൻ സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരാളാണ്. അയാളെ കണ്ടെത്താനുള്ള അന്വേഷണവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഈ 4-അംഗ സംഘമാണ് 15 പേരെ ഇരകളാക്കി വിദേശത്തേക്ക് കടത്തി ഇറാനിലെത്തിച്ച് അവരുടെ വൃക്ക മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്തത്. ആ വൃക്ക സ്വീകരിച്ച 15 പേരും കേരളത്തിന് പുറത്തു നിന്നുള്ളവരാണ് എന്ന കാര്യം കൂടി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇറാൻ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ അവിടെ ഇത്തരത്തിലുള്ള അവയവ കൈമാറ്റങ്ങൾക്കൊക്കെ നിയമം അല്പം ലഘുവാണ് എന്ന കാരണമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വസ്തുതയായി പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലായിരിക്കുന്നത്. ബിനിലി, അറസ്റ്റിലായ 2-മനെ സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് എത്രത്തോളം പ്രതീക്ഷയോടെ നോക്കി കാണുന്നുണ്ട്? മധു, കേസിൽ ആദ്യം അറസ്റ്റിലായത് സബിത് നാസറാണ്. സബിത്ത് വിദേശത്ത് നിന്ന് മടങ്ങി വരുന്ന വഴിയാണ് അറസ്റ്റിലായത്. അതിനുശേഷം അയാൾ നൽകിയ മൊഴിയുടെയും അയാളുടെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാലാരിവട്ടം സ്വദേശി ശരത് ശ്യാമിനിലേക്ക് ഇതിന്റെ അന്വേഷണം പോയത്. ഈ പ്രതിയാണ് ഇതിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. അതായത് ഈ മെഡിക്കൽ ടൂറിസം കമ്പനിയുടെ മറവിൽ ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തിരുന്നത് ഈ കേസിൽ ഇപ്പോൾ 2-മത് അറസ്റ്റിലായ പ്രതിയാണ്. അയാളാണ് ഇതിന്റെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിച്ചിരുന്നത്. ഇതിന്റെ മുഖ്യ സൂത്രധാരൻ ഇപ്പോഴും ഇറാനിൽ തന്നെയാണുള്ളത്.